പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ചെറിയ ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മോട്ടോ വ്ളോഗിങ് ഫിലിം തന്നെ ആയിക്കോട്ടെ. ഫിലിം എടുക്കാനൊന്നും അറിയില്ല, എങ്കിലും അറിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു റൈഡ് പോയത് ഡീറ്റെയിൽ ആയിട്ട് 50 മിനിറ്റിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് നല്ല ഫ്രണ്ട്സ് പറഞ്ഞു, ഇത്രയും വേണ്ട ലെങ്ത്, ഇതൊന്ന് കട്ട് ചെയ്ത് ചുരുക്കി കുറച്ച് കണ്ടൻസ് മാത്രം മതി, അപ്പം ഇത് ഒന്ന് ചെറുതാക്കിയിടാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതും വീഡിയോ ഒന്ന് ചെറുതാക്കിയിട്ടാന്ന് ഓർത്ത് ഒരു 20 മിനിറ്റ് ഞാനെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചു. അപ്പം നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ്, അല്ലാണ്ട് പക്ഷേ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ ഞാൻ അവിടെ നിന്ന് കളഞ്ഞില്ല, അവിടെ തന്നെ ഉണ്ട്. ഇരിക്കട്ടെ, ഇതും ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേൾക്കാതിരിക്കുന്നില്ല, കാരണം അവരെൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ്. പ്രത്യേകിച്ച് എനിക്ക് റൈഡിൽ ഭയങ്കര സപ്പോർട്ട് തരുന്ന എൽദോ ബ്രോയും സാബു ബ്രോയും. എൽദോ ബ്രോയെ പറ്റി പറയാം. എൽദോ ബ്രോ വന്നത് കോതമംഗലത്ത് നിന്നാണ്. സാബു ബ്രോയെ ആണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് വന്നത്. അവരെന്നെ കാണാൻ വേണ്ടി കണ്ണൂർ വന്നു, പക്ഷെ അവർ കണ്ണൂർ വന്നില്ല, എന്നെ പറ്റിച്ചു കേട്ടോ. വയനാട് വരെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വയനാട്ടിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ്, ഇനി കാണാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സില്ല മനസ്സോടെ മടിയോടുകൂടി രാവിലെ 4 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ 6 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം. എന്തായാലും ഞാൻ ആ യാത്രയുടെ പോയ ചെറിയ കാഴ്ചകളാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അവരും കൂടി ഉണ്ടായിരുന്നു റൈഡിന്, പക്ഷേ അവർ കൊട്ടിയൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് ഒന്നിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ പോയ ആ റൈഡിൻ്റെ ചെറിയ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല ഇതിനകത്ത്. വണ്ടി നല്ല റോട്ടിൽ അങ്ങോട്ട് ഓടിച്ചു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശരിക്കും ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടി തന്നെ ഓടിച്ചത്. കാരണം കുറേ നാളായി ലോങ് യാത്രകളൊക്കെ പോയിട്ട്. ഞാനാണെങ്കിലും ഹണ്ടർ എടുത്തിട്ട് തൃശ്ശൂർ മുളന്തുരുത്തി പോയിട്ടുണ്ടായിരുന്നു, കോട്ടയത്തിനടുത്ത്. അതായിരുന്നു ലാസ്റ്റത്തെ ലോങ് യാത്ര. ഹണ്ടർ എടുത്തിട്ട് ആദ്യത്തെ ലോങ് യാത്രയും അവസാനത്തെ ലോങ് യാത്രയും ഉണ്ടായിരുന്നു. അതിനുശേഷം ലോങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് മംഗലാപുരം പോവാം, അല്ലെങ്കിൽ കോഴിക്കോട് പോവാം, കാഞ്ഞങ്ങാട് പോവാം. ഇതൊക്കെ 100 കിലോമീറ്ററിനുള്ളിലുള്ള യാത്രകളായിരുന്നു. അപ്പം ഇതും അധികം ദൂരമൊന്നുമില്ല, എല്ലാം കൂടെ വൺ സൈഡ് തന്നെ ഒരു 110 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ യാത്ര ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ, ഒരു 3 പേരുടെ കൂടെ ശരിക്കും റൈഡേഴ്സൊക്കെ പോകുന്ന പോലെ ആസ്വദിച്ച് ആ ഒരു റൈഡിങ് നിയമങ്ങളൊക്കെ പാലിച്ച് പോകുന്ന പോലെ പോയി. എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്ത റൈഡാണ്. ആ റൈഡിൻ്റെ ചെറിയ കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കാണാം. എൽദോ ബ്രോ എനിക്ക് റൈഡിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ചാനലിൽ കട്ട സപ്പോർട്ട് തരുന്നതാണ്. എൽദോ ബ്രോയാണ് എനിക്ക് സാബു ബ്രോയെ പരിചയപ്പെടുത്തുന്നത്. കൊട്ടാരക്കരയാണ് വീടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാനില്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങളുടെ റൈഡ് കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പം സാബു ബ്രോയും പറഞ്ഞു, ഞാനങ്ങനെ വലിയ റൈഡറൊന്നും അല്ല, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്, എന്നാൽ എന്നെക്കാളും നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് യാത്രകൾ ചെയ്തതാണ്. ഞാൻ വളരെ ബൈക്കിൽ റൈഡൊക്കെ വളരെ കുറവ് മാത്രം പോയിരുന്നു. ഇപ്പോൾ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചൊരു റൈഡ് പോകണം, ഞങ്ങൾ എന്തായാലും എൻ്റെ നാട്ടിൽ വരുന്നത് വിളിക്കും. പക്ഷേ അതിന് നാട്ടിൽ വരാതിരിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കുള്ള റോഡ് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടന്നിട്ട് മഴ വന്നപ്പോഴേക്കും കുറേ ഭാഗങ്ങൾ കണ്ടമാനം മോശമായി. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഇതിനെ വിളിക്കാതിരുന്നത്, കണ്ണൂർക്ക് വരാതിരുന്നത്. വയനാട്ടിലേക്ക് പ്ലാൻ മാറ്റിയത് അങ്ങനെയാണ്. അപ്പം ഇവർ രണ്ടുപേരും നിന്നത് കൊട്ടാരക്കരയിൽ നിന്ന് വന്നു, കോതമംഗലിൽ നിന്ന് വന്നു, അവർ തൃശ്ശൂർ കൂടി, മഞ്ചേരിയൊക്കെ കൂടി, നിലമ്പൂർ വന്നു, പാട്ടവയൽ വന്നു, മേപ്പാടിയിലാണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ റൂം എടുത്തു. അവിടെ 2 ദിവസത്തേക്ക് റൂം അവർ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അവരങ്ങനെ രാവിലെ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കറങ്ങി മുത്തങ്ങ സഫാരിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 250 രൂപയാണ് സഫാരി. മുത്തങ്ങ സഫാരിയും പോയതിന് ശേഷമാണ് അവർ ബോയ്സ് ടൗണിലേക്ക് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബോയ്സ് ടൗണിലേക്ക് വന്നു. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബോയ്സ് ടൗൺ എവിടെയും നിർത്താനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു 2 മിനിറ്റ് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചു, ഒരു വെള്ളം കുടിച്ചു. ഉടനെ തന്നെ ഞാൻ ബോയ്സ് ടൗണിലേക്ക് പോയി. അവിടെ വെച്ച് ഞങ്ങൾ ജോയിൻ്റായി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. ഇപ്പം ബോയ്സ് ടൗൺ ചുരം റോഡിൻ്റെ കാര്യം പറയാനാണെങ്കിലും പല ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ട്. മണ്ണിടിഞ്ഞതും മുന്നേ മണ്ണിടിഞ്ഞ് വീണതും പാറക്കല്ല് വീണതും ഒക്കെ ആയിട്ട് റോഡ് പോയതുണ്ട്. പിന്നെ ആ സമയങ്ങളൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നുകൊണ്ട് റോഡിൽ കുറേ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന ദിവസം കുറച്ച് സമയങ്ങളൊക്കെ മഴയുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങുമ്പോൾ അത്യാവശ്യം മഴയായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വയനാട് ഭാഗത്തേക്ക് കയറിയപ്പം എനിക്ക് മഴയുണ്ടായിരുന്നില്ല. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ മാത്രമാണ് മഴയുണ്ടായിരുന്നത്. അതുകൊണ്ട് യാത്ര വളരെ സുഖകരമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ബോയ്സ് ടൗണിൻ്റെ അവിടെ വന്നിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം, ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് പോയത്. പക്ഷേ അവർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. മഴക്കാലത്ത് നല്ല രസമാണ്, അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാനൊക്കെ രസമാണ്.
അപ്പം എന്തായാലും നിൽക്കാതെ പോയി, തേയിലത്തോട്ടങ്ങളിലൊന്നും നിൽക്കാതെ പോയി. കാരണം തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുള്ള പതിവാണ്. അപ്പം നിൽക്കാതെ നേരെ പോവുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ ഈ കാഴ്ചയാണ് ബോയ്സ് ടൗണിലെ ജംഗ്ഷനാണ്. ഒരു സൈഡിലേക്ക് പോകുന്ന കൂത്തുപറമ്പ്, നെടുമ്പോയിൽ കൂത്തുപറമ്പിലേക്ക് പോകുന്ന വഴി താഴോട്ട് കൊട്ടിയൂർ. ഇപ്പം ഞാൻ കയറിയ റൂട്ട് എന്ന് പറയുന്നത് മാനന്തവാടി വയനാട്ടിലേക്കുള്ള റൂട്ടാണ്. സൈഡിലൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എത്രത്തോളം നന്നായിട്ട് ഇതിൻ്റെ വീഡിയോസ് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ നിന്ന് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിൽ കിട്ടിയത് എന്താണോ അത് തന്നെയാണ് പകർത്തിയിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് ഗോപ്രോ അല്ല, ഒരു ചെറിയ പൈസയുടെ ഒരു ആക്ഷൻ ക്യാമറ, സ്പോർട്സ് ക്യാമറ മാത്രമാണ്. ഒരു വാട്ടർ പ്രൂഫ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊന്നും ആരും കാര്യമാക്കേണ്ട. നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ നീ. ഞാൻ പ്രതീക്ഷിച്ചത് കോടമഞ്ഞൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതിയത്, ബോയ്സ് ടൗൺ മുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിൽ കയറുമ്പോഴൊക്കെ. പക്ഷേ ഇവിടുന്നും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. പരം ചെറിയ മഴച്ചാറ്റുണ്ടായിരുന്നെങ്കിലും അതിൽ മഞ്ഞിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാത്തിരുന്നു. അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം നമ്മുടെ കണിയാരം പള്ളിയൊക്കെ എത്താനായപ്പോഴേക്കും കുറച്ച് ശക്തിയായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് ഞാൻ വേഗം പള്ളിയുടെ അടുത്തോട്ട് വണ്ടി കയറ്റി അവിടെ കുറച്ച് നേരം താഴെ വണ്ടി നിർത്തി, സ്റ്റാച്ചുവിൻ്റെ താഴെ വണ്ടി നിർത്തി. പിന്നെ പള്ളിയുടെ ഷെഡിൻ്റെ അവിടെ പോയി ഒരു 10-15 മിനിറ്റോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു മഴ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അവർ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാനന്തവാടി PWD ഹൗസിൻ്റെ മുന്നിലുള്ള ആ പാർക്കിംഗ് സ്ഥലത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ കാത്ത് അങ്ങോട്ട് പോയി. PWD ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നു. വള്ളിയൂർക്കാവ് റോഡ്, മാനന്തവാടി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ റോഡിൽ അവിടുന്ന് കുറുവാദ്വീപിലേക്കൊക്കെ പോകുന്ന വഴിയാണോ പയ്യമ്പള്ളി പോകുന്ന റൂട്ട്, വേറൊരു റൂട്ട്, അവിടുന്ന് കാട്ടിക്കുളത്തിനൊരു ലെഫ്റ്റ്. ആ ലെഫ്റ്റ് റോഡിൽ ഞാൻ കയറി കുറച്ച് മുന്നോട്ട് കയറിയപ്പം ഒരു വയൽ കണ്ടിരുന്നു. ആ വയലിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മുന്നോട്ട് പോകുമ്പം കാണാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. അപ്പം പള്ളിയിൽ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങുക ചെയ്തത്. അധികം നേരം നിന്നിട്ടില്ല, 10-15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ മഴ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നത്. പിന്നെ ഞാൻ ഈ സ്ഥലത്ത് ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഈ കണിയാരം പള്ളി എനിക്ക് ചെറുപ്പത്തിലേ തൊട്ടുള്ള ഓർമ്മകളുള്ള സ്ഥലമാണ്. കാരണം ഞാൻ വയനാട്ടിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഫസ്റ്റ് ഞാൻ പോയ സ്ഥലം കണിയാരം പള്ളിയിലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് ചെറിയൊരു പള്ളിയാണ്, ഇത്ര വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി കത്തീഡ്രലായി വലിയ പള്ളിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഫോട്ടോസൊക്കെ എടുത്തു, അതിൻ്റെ മുകളിൽ നിന്ന് റീൽസൊക്കെ പിടിച്ചു. അതിനുശേഷമാണ് ഞാൻ മാനന്തവാടി ടൗണിൽ കൂടെ പോയത്. അപ്പോഴേക്കും മഴ മാറി, അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി ടൗണിലേക്ക് പോകുമ്പോൾ. പിന്നെ മാനന്തവാടി ടൗൺ കുറച്ച് ഭാഗങ്ങളൊക്കെ വൺ വേ ആണ്, അത് ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കണം. എന്നാലും അത്യാവശ്യം ഡയറക്ഷൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്നത്. അങ്ങനെയൊന്നും വഴി തെറ്റില്ല. പിന്നെ വയനാട്ടിലെ റോഡിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല, നല്ലതാണോ പൊട്ടലാണോ എങ്ങനെയാണെന്നുള്ള മഴക്കാലമായതുകൊണ്ട്. പക്ഷേ ഞാൻ പോയ ഭാഗങ്ങളൊക്കെ എന്നെ തോപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം എവിടെയും ചതിച്ചിട്ടുണ്ടായിരുന്നില്ല, പോയ റൂട്ടിൽ എവിടെയും ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല റോഡെന്ന് തന്നെ പറയാം. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് തിരുനെല്ലി ഏരിയയിലേക്ക് പോയപ്പം അവിടെ മുഴുവൻ നല്ല റോഡായിരുന്നു. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ റോഡ് ശരിക്കും ആസ്വദിക്കാൻ പറ്റി. പക്ഷെ ചെറിയ ചാറ്റൽ മഴയിൽ ബൈക്ക് ഓടിക്കുന്നത് അത് വേറൊരു ഫീലാണ്. ആ ഒരു ചെറിയ നനവോടുകൂടി റോഡും നനഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ സാബു ബ്രോയും എൽദോ ബ്രോയും ഞങ്ങൾ ഒന്നിച്ച് കണ്ടതിന് ശേഷം അവർ വണ്ടി എടുത്ത് മുന്നിൽ പോയി. സാബു ബ്രോ എടുക്കുന്നത് മെറ്റിയോർ 350 ആണ്. എൽദോ ബ്രോ എടുത്ത വണ്ടി ബജാജിൻ്റെ അവഞ്ചർ 220 ആണ്. അപ്പം രണ്ടുപേരും റെട്രോ ബൈക്സ് ആണ്. അപ്പം ഞാനും അത് തന്നെയാണ്, 100 ആണ്, 350 ആണ്. അപ്പം ഞങ്ങളുടെ റൈഡിങ്ങിലൊരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ ഞങ്ങൾ സ്പീഡിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരല്ല. ബൈക്ക് റൈഡിൽ വളരെ സാവധാനത്തിൽ പോവുക, ഒരു 40-50 റേഞ്ചിൽ പോവുക, ആസ്വദിച്ച് പോവുക, എവിടെയെങ്കിലും നിർത്തണം തോന്നിയാൽ അപ്പം നിർത്തുക, അങ്ങനെ പോകുന്ന രീതി ആയതുകൊണ്ട് തന്നെ ആർക്കും ആരെയും ഓവർടേക്ക് ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റൈഡ് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷേ ഇതെല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണമെന്ന ഒരു കണ്ടീഷൻ ആണെന്നില്ല. കാരണം ചിലരൊക്കെ നല്ല സ്പീഡിൽ പോകുന്നവരാണ്. ഇപ്പം ഞങ്ങൾ മാനന്തവാടി ടൗണിൽ കൂടെയാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. ടൗണിൽ നിന്ന് പയ്യമ്പള്ളി റോഡിലോട്ട് കയറുകയാണ് ചെയ്തത്. അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ചെറിയ സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സ്ഥലത്ത് എനിക്ക് ഇവരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നേരെ കാട്ടിക്കുളം റോട്ടിൽ തന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്ഥലത്താണ് ഉള്ളത്, അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു ബ്രേക്ക് എടുത്തു. കാരണം അവർ രാവിലെ തൊട്ട് ഓടുന്നതാണല്ലോ. ഞാൻ കുറച്ച് ദൂരം ഓടിയിട്ടുള്ളെങ്കിൽ അവർ രാവിലെ തൊട്ടില്ല, അതിനൊരു ദിവസം മുന്നേ തൊട്ടേ ഓടുന്നതാണ്. അപ്പം നോൺ സ്റ്റോപ്പ് റൈഡ് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പറയാം.
അതുകൊണ്ട് അവരും കുറച്ച് സമയം ബ്രേക്ക് എടുക്കട്ടെ എന്ന് ഞാനും കരുതി. ഞാനും അവിടെ കുറച്ച് നേരം ബ്രേക്ക് എടുത്തു. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാനും എടുത്തു. ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനത് വയനാട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, പറയാൻ മാത്രമൊന്നുമില്ല. രണ്ട് സൈഡും വയലുണ്ട്, കുറച്ച് വെള്ളങ്ങളൊക്കെ അതിലേ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് വയലിൻ്റെ സൈഡിലോട്ട് ഇറങ്ങി ബൈക്ക് പുറത്ത് പാർക്ക് ചെയ്തു. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ആ സ്കൈ ഒക്കെ കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം അതൊക്കെ തന്നെയുള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് തേയിലത്തോട്ടം ഞാനൊരു സ്ഥലത്ത് എത്തി. അപ്പം ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ഥലം ഏതാണെന്ന് അറിയില്ല. പക്ഷേ മാനന്തവാടി എത്തുന്നതിന് മുന്നേ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മുകളിലൊരു പള്ളിയാണ്. ആ പള്ളിയുടെ ആ ഭാഗത്തുള്ള ഫോട്ടോയാണ്. അവിടെയും കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ 2 ബ്രേക്ക് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം വീട്ടിൽ കാണുന്ന പോലെ ക്യാമറ വന്നിട്ട് ഞാൻ ചെസ്റ്റ് ബാൻഡ് യൂസ് ചെയ്തിട്ട് അവിടെ വെച്ച് കാണുള്ളൂ. എന്തായാലും ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്, വലിയ ഷേക്കിംഗ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഹെൽമെറ്റിൽ ക്യാമറ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാരിറ്റി, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ചെസ്റ്റ് ബാൻഡ് വെച്ചാൽ എന്തായാലും കിട്ടുന്നില്ല. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ സ്കൈ വ്യൂ കുറച്ച് നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഇതാണ് ആ വയൽ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ചെറിയ പൂക്കളൊക്കെ കണ്ടു. അപ്പം ഞാൻ ഈ പൂക്കളുടെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുത്തപ്പോൾ അവരതിലും വലിയ പൂക്കൾ കണ്ടിട്ട് വരുന്നവരാണ്. കാരണം അവർ ഗുണ്ടൽപേട്ടിലെ കടകളും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പ്ലാൻ തന്നെ മസനഗുഡി, ഊട്ടി, അവിടെ പോയി ഊട്ടി നിന്ന് കൂണൂർ വഴി കോയമ്പത്തൂർ മേട്ടുപ്പാളയം വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 1 ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 ദിവസം അവർ മറ്റ് യാത്രകളിലായിരുന്നു. അപ്പം വയനാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എവിടെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവർ പോയിരുന്നു. അവർ നമ്മുടെ കഴിഞ്ഞ തവണ ഉരുൾ പൊട്ടിയ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ചൂരൽമല ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് റൈഡിന് തിരുനെല്ലി റൂട്ടിൽ പോയി. ഒരു ഭയങ്കര ഫീലുള്ള റൈഡായിരുന്നു. കാരണം ഞങ്ങൾ ആരും തിരക്ക് കൂട്ടാതെ, ആരും അങ്ങനെ ഓവർടേക്ക് ഒന്നും ചെയ്യാതെ, മറ്റു വണ്ടികൾക്ക് പോലും പരിഗണനകൾ നൽകി ഒരു സൈഡ് വെച്ച് നമ്മുടെ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് 3 ബൈക്കും പോയി. കൂടുതൽ സമയവും ഞാൻ തന്നെയായിരുന്നു പുറകിൽ. ചിലപ്പോഴൊക്കെ ഞാൻ നടുക്കായി, ചിലപ്പോൾ എൽദോ ബ്രോ ബാക്കിലാവും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാറി മാറി പോകുമെങ്കിലും ഒരു റാഷ് റൈഡ് അല്ലെങ്കിൽ റഫ് റൈഡൊന്നും ചെയ്യാതെ ആ ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ കിട്ടി ഞങ്ങളങ്ങനെ പോയി. തിരുനെല്ലിയിലേക്കുള്ള യാത്രകളിൽ കണ്ട ചെറിയ ചെറിയ റൂട്ടുകളിൽ ഞങ്ങളിടയ്ക്ക് വണ്ടി ഓടിച്ചു. പൊതുവെ വാഹനങ്ങളൊന്നും ഒരുപാടില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള, മാനുകളെയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, ഒരു കുരങ്ങനെ പോലും കാണാൻ പറ്റിയില്ല. പിന്നെ താൽക്കാലികമായിട്ട് കുരങ്ങന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ആശ്വസിക്കേണ്ടി വരും. അങ്ങനെ യാത്ര ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിന്നെ വീഡിയോ പിടിക്കാൻ, അതിന് വോയിസ് ഓവർ കൊടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ ഇതൊന്നും അറിയില്ല. ഇത് മൊബൈലിൽ തന്നെ വെച്ച് കിട്ടുന്നതെല്ലാം കൂടി പലപ്പോഴും ഓർഡറൊക്കെ തെറ്റിപ്പോകാറൊക്കെ ഉണ്ട്. പിന്നെ ഞാനതൊന്നും നോക്കാറില്ല. എന്താണോ ചെയ്തിട്ടുള്ളത് അത് അപ്ലോഡ് ചെയ്യും. കാരണം ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ട്, അവരൊരു സപ്പോർട്ട് തരുന്നു, അവർ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ലെങ്തി വീഡിയോ ഇട്ടപ്പം ഇത്രയും വേണ്ട, കട്ട് ചെയ്ത് ചെറുതാക്ക്, അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എന്ന് പറയുന്നതിനപ്പുറം എനിക്കറിയാം അത് ഭയങ്കര ഒട്ടും ക്വാളിറ്റി ഇല്ലയെന്ന് എനിക്ക് ആ വീഡിയോയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഒഴിവാക്കാതെ അതിനകത്ത് കുറച്ച് ക്വാളിറ്റിയുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അവരെന്നെ പറഞ്ഞു തന്നു. ആ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു പുതിയ വീഡിയോ ആക്കിയിട്ട് ഇടാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് അവർ പറഞ്ഞങ്ങനെ ചെയ്തുകൂടാ, അതായത് നമുക്ക് സപ്പോർട്ട് തരുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ലെങ്ത്ത് കുറച്ച് 20 മിനിറ്റ് ആക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് അപാകതകളുണ്ട്. ഈ വീഡിയോയിലും അതൊക്കെ തന്നെ ഉണ്ടാകും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം എൻ്റെ കഴിവിനത്ത് അല്ലെങ്കിൽ എനിക്ക് എന്താണ് അറിയുന്നത് അതാണല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പം പലരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ റൈഡൊക്കെ പോകുന്നത്, വെറുതെ പൈസ കളഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ ദൂരം ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് ഇത്? നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ നിന്നും മോചനം കിട്ടുമെന്ന് വെച്ചാൽ മോചനം കിട്ടുമൊന്നുമില്ല. കാരണം നമ്മൾ ആ സ്ട്രെസ്സിന് ശേഷം നമ്മൾ ഒരു ദിവസം റിലാക്സ് ചെയ്താലും പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ആ സ്ട്രെസ്സിലോട്ട് തന്നെയാണ് പോകുന്നത്. മോചനം കിട്ടുമായിട്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ ആ പോകുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ആ 1 മണിക്കൂറത്തെ ആ ഒരു ഫീല്, അത് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ, ചിലപ്പോൾ സ്ട്രെസ്സൊന്നും ഇല്ലാത്തൊരു ദിവസമായിരിക്കും നമ്മളിതെടുത്ത് കാണുന്നത്. അപ്പം നമുക്ക് തോന്നും, എന്ത് രസമുണ്ട് ഇത് കാണാൻ. ആ ഒരു ഫീല് വരും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെയെങ്കിലും എനിക്ക് കാണിക്കാമല്ലോ. കുറച്ച് കാലം കഴിയുമ്പം ഞാനിങ്ങനെയൊക്കെ പോയിട്ടുണ്ടടാ, ബൈക്ക് റൈഡൊക്കെ പോയിട്ടുണ്ടടാ എന്ന് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ.
അപ്പോൾ കണ്ട KSRTC നിലമ്പൂർക്ക് പോകുന്ന ബസ്സാണ്. അത് തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്ന ബസ്സാണ്. ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ മുന്നിൽ പോയി തിരിച്ചു വരുമ്പം ഈ ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ബസ് ഇറങ്ങി ഇത് കാട്ടിക്കുളം വന്ന് മാനന്തവാടി വന്ന് സുൽത്താൻ ബത്തേരി വന്ന് കൽപ്പറ്റ വന്ന് പാട്ടവയൽ ദേവാല അങ്ങനെ നാടുകാണി ചുരം ഇറങ്ങിയിട്ട് നിലമ്പൂർ പോകുന്ന ബസ്സാന്ന് തോന്നുന്നു. അങ്ങനെ എന്നുള്ള ബോർഡ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഈ കാട്ടിക്കൂടെ പോയപ്പം പറയാനുള്ളത്, എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങൾ പറയാം. കാര്യം നമ്പർ 1, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം നമ്മളെപ്പോഴും പെട്രോളിൻ്റെ അവൈലബിലിറ്റി നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയിൽ മിനിമം ഒരു ഹാഫ് ടാങ്ക് പെട്രോളെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പമ്പ് എവിടെയൊക്കെയാണ് എന്ന് നോക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ കാട്ടിക്കുളം നിന്ന് അടിക്കാമെന്ന് മാനന്തവാടി എന്ന് കരുതിയിട്ടാണ് മാനന്തവാടി പമ്പ് കയറിയിട്ട് അടിക്കാതെ പോയി. കാട്ടിക്കുളം പമ്പെത്തിയപ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി. തിരുനെല്ലി എത്തി അടിക്കാമെന്ന് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് എത്തിയപ്പോഴാണ് അറിഞ്ഞത് തിരുനെല്ലിയിൽ പമ്പില്ല എന്ന്. വീണ്ടും ഭയങ്കര ടെൻഷനോടുകൂടി തന്നെയാണ് വന്നത്. പെട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബ്ലിങ്ക് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ടെൻഷൻ. എനിക്കറിയാം 50 കിലോമീറ്റർ മുകളിൽ ഓടാനുള്ള എണ്ണ എന്തായാലും ഉണ്ടെന്നറിയാം, പക്ഷേ ഒരു ടെൻഷൻ മനസ്സിൽ കയറി. അപ്പം അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, അതെന്തായാലും അടുത്ത യാത്രയിൽ ഞാൻ ശ്രദ്ധിക്കും. റിമോട്ട് ലൊക്കേഷൻസിൽ പോകുമ്പോൾ എന്തു വന്നാലും പെട്രോൾ ഞാൻ ആവശ്യത്തിന് കരുതും, പമ്പിൻ്റെ അവൈലബിലിറ്റി നോക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടതിന് ബ്രേക്ക് എടുക്കുക, ചായ കുടിക്കേണ്ട ചായ കുടിക്കുക. വിശന്ന് വണ്ടി ഓടിക്കരുത്, ഓവർ ഫുഡ് കഴിക്കുകയും വേണ്ട. നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോവുക. പിന്നെ പോകുമ്പോൾ നമ്മൾ ആ റൂട്ടിനെ പറ്റി ചെറിയൊരു ഐഡിയ വെക്കുന്നത് നല്ലതാണ്. ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കേണ്ട. ചെറിയ ലോക്കൽ സപ്പോർട്ടൊക്കെ തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ചിലപ്പം ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ട് പുഴയിലൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ എവിടെയും പെയ്ഡ് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പെയ്ഡ് പാർക്കിങ്ങിൽ തന്നെ നിർത്താൻ. ഞങ്ങൾ തിരുനെല്ലി ഒരു റോഡ് സൈഡിലാണ് ആദ്യം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വണ്ടി ഇടുന്നത്, മുകളിൽ 10 രൂപ കൊടുത്താൽ പെയ്ഡ് പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ടുള്ളൂ, സേഫ് ആണല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളവിടെ ആക്ച്വലി തിരുനെല്ലി അമ്പലത്തിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളവിടെ ഒന്നിച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റോളം ഞങ്ങളവിടെ ഇരുന്ന് വർത്തമാനം പറയാനെടുത്ത്. അപ്പോൾ ആ തിരുനെല്ലി അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് ഞങ്ങളവിടെ വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങളവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞതും അവിടെ നിന്ന് ചായ കുടിച്ചതൊക്കെ. അപ്പോൾ ഞാനും എൽദോയ് ബ്രോയും കൂടെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഒന്ന് കയറിയിട്ട് അവിടെ നിന്ന് ആ കാഴ്ചകൾ മാത്രം ഒന്ന് കണ്ടു. അവിടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മലയുടെ ഒരു ഭാഗം മാത്രം ഫോട്ടോ എടുത്തു. താഴെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം സമയം ഒരുപാട് കളയണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ടും ഒരു ടൂറിസ്റ്റ് മോഡല്ലാത്തത് കൊണ്ടും ഒരു ട്രാവൽ മോഡ് മാത്രം ആയതുകൊണ്ടും ഞങ്ങൾ അധികം നേരം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൽദോ ബ്രോയും മോളിൽ പോയി തിരിച്ചു വന്നു. അത്ര നേരം നമ്മുടെ സാബു ബ്രോ താഴെ വണ്ടി നോക്കി വണ്ടിക്ക് കാവലായിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കാട്ടിക്കുളത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് മാനന്തവാടി വരെ ഒന്നിച്ച് റൈഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരികെയാണ് ചെയ്തത്. അപ്പം ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുള്ളത്. പിന്നെ മറ്റൊന്ന്, ചില ഇടങ്ങളിൽ വണ്ടി ഇവിടെ നിർത്തരുത് ബോർഡ് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തരുത്, മൃഗങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലമായിരിക്കും. പ്രത്യേകിച്ച് ആ തിരുനെല്ലി റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2000 രൂപയാണ് ഫൈൻ എന്ന്. കാശുണ്ടെങ്കിൽ ഓക്കെ നിർത്തിക്കോ, ഫൈൻ കൊടുത്തോ, എൻജോയ്. അത് മാത്രമേ പറയാനുള്ളൂ. അതിൽ ഞങ്ങൾ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ റൂട്ടിൽ നിന്ന് എവിടെയും നിർത്താതെ ഞങ്ങൾ കാട്ടിക്കുളം എത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. കാട്ടിക്കുളം വരെയും ഏതാണ്ട് 20 കിലോമീറ്റർ മുകളിലുണ്ടെന്ന് തോന്നുന്നു. കാട്ടിൽ കൂടെ തന്നെയുള്ള യാത്ര. ആ പേര് പോലെ തന്നെ കാട്ടിക്കുളവും കാടും കുളവും കാട്ടുപോത്തും ഒക്കെയുള്ള നാടാണ്. പക്ഷേ കാട്ടുപോത്തിനെ കണ്ടില്ല, കുളവും കണ്ടില്ല, കാട് മാത്രം കണ്ടു. പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ റോഡുകളൊക്കെ ഉണ്ട്. ആ തോടുകളൊക്കെ ഞങ്ങൾ കണ്ടു. അതൊക്കെ കണ്ടപ്പം ഒരുപാട് സന്തോഷം. പക്ഷേ ഞങ്ങൾ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ആ നിലമ്പൂർ ബസ് പോകുന്നത് കണ്ടു. കുറച്ച് നേരം അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി അതിനെ ഓവർടേക്ക് ചെയ്ത് പിന്നെ പോവുകയാണ് ചെയ്തത്. ഇനി ഭക്ഷണം കഴിച്ച സ്ഥലം കൂടെ വളരെ ലളിതമായിട്ട് പറയാം. ഭക്ഷണം കഴിച്ചത് കാട്ടിക്കുളം എത്തുന്നതിന് മുന്നേ മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ മജിസ്ട്രേറ്റ് കവല എന്ന് പറഞ്ഞൊരു ചെറിയ ജംഗ്ഷൻ ഉണ്ട്. ആ മജിസ്ട്രേറ്റ് കവലയിൽ നോക്കിയാൽ താഴെ ഒരു ഡിവൈൻ പ്രൊവിഡൻസ് സെമിനാരി കാണാം. ഒരു സെമിനാരി ഹില്ലാണ്. അപ്പം അതിനടുത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത ഭക്ഷണമുണ്ട്. കുഴിമന്തിയുണ്ട്, ചോറുണ്ട്, ബിരിയാണിയുണ്ട്, ജ്യൂസുണ്ട്, ചായയുണ്ട്, ഷവർമയുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാദാ ചോറ്, അത് വളരെ ക്വാണ്ടിറ്റി കുറച്ച് ചോറ് കഴിച്ചു. കുറച്ച് കുഴിമന്തി ഞങ്ങളെ 3 പേരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്ത്.
അങ്ങനെ അവിടുന്ന് ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് ദൂരം കൂടെ റൈഡ് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര പറഞ്ഞു. തിരിച്ച് മാനന്തവാടി എത്തിയപ്പോൾ യാത്ര പറഞ്ഞു. ഞാൻ വീണ്ടും ആദ്യം പോയ പോലെ തന്നെ കണിയാരം പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക്, അവിടെ ഒരു 5 മിനിറ്റ് ഞാൻ നിർത്തി. അവിടെ പിന്നെയും ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അതിനപ്പുറം കുറച്ച് ദൂരം ഓടിയതല്ലേ, വണ്ടിയും തണുപ്പിച്ചു, എന്നെ ഒന്ന് തണുപ്പിച്ച് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് യാത്ര പറഞ്ഞ് അവർ തിരിച്ച് മേപ്പാടിക്ക് പോയി. കാരണം അവർക്ക് വീണ്ടും അടുത്ത ദിവസങ്ങൾ വളരെ വലിയ യാത്രകളുണ്ട്. പിന്നെ അതിനിടയ്ക്ക് സൂചിപ്പാറ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കണ്ണൂർക്ക് വന്നു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും അടുത്ത സ്റ്റോപ്പ് ഞാൻ കൊട്ടിയൂർ കുറച്ച് നേരം നിർത്തിയിട്ടു. പിന്നെ കൊട്ടിയൂരിൽ നിന്ന് പിന്നെ കുറച്ച് ദൂരം കൂടെ വന്നപ്പോഴാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത്, ഒരു പുഴയുടെ സ്ഥലത്ത്, അത് എടൂരൊക്കെ എത്തുന്നതിന് മുന്നുള്ളൊരു സ്ഥലമാണ്, അവിടെയും നിർത്തി. അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് യാത്രയോട് താൽക്കാലികമായി ബൈ പറഞ്ഞ് ഞാൻ 7 മണിക്ക് മുന്നേ തന്നെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ 6 മണിക്ക് പോയി 7 മണിയാകുമ്പം തിരിച്ച് വീട്ടിലെത്തിയിട്ട് 11 മണിക്കൂർ ഓടുന്ന റൈഡ്. അപ്പം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെയൊക്കെ അടച്ചു വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് അകത്തോട്ടൊന്നും പോയിട്ടില്ല. അത് പുറമേ നിന്ന് കണ്ട് അപ്പോഴേടെ അവിടെ നിന്ന് കണ്ടിട്ട് യാത്ര അവസാനിപ്പിച്ചു. അപ്പം എൻ്റെ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക.